ഒരുപാട് വെറൈറ്റിനെസ്സും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 500ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അണ്ടർഗ്രൗണ്ട് പാർട്ടി ഹാളും നമ്മുടെ കോമൺ അമ്യൂണിറ്റീസിലെ ഒരു പ്രധാന സവിശേഷതയാണ്. കഴിഞ്ഞില്ല, നേരത്തെ ഞാൻ പഠിച്ച കുട്ടികളുടെ തന്നെ വീണ്ടും പോവാ അല്ലെ. ഇതുപോലെ കുട്ടികൾ പറയും സൂയി കൊണ്ടുപോകുന്നേക്കും അല്ല കൊണ്ടുപോകുന്നേക്കും. കാരണം അവർക്ക് എന്താണ് ഇപ്പോ ട്രെൻഡാണ് ചില കിളികളെയൊക്കെ ഇങ്ങനെ കയ്യിൽ ഫുഡൊക്കെ കൊടുത്താൽ അവരെ ഇരുത്തി പറപ്പിക്കുക, മറ്റേ വിഷമില്ലാത്ത പാമ്പിനെടുത്ത് കഴുത്തിലിടുക, കയ്യിൽ പിടിക്കുക അല്ലെ. അങ്ങനെ ഉപദ്രവകാരികളില്ലാത്ത പക്ഷികളും മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിനി സൂ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞില്ല ട്രക്കിംഗ്, ഒപ്പം ഹോഴ്സ് റൈഡിങ്, യാച്ചിങ് അങ്ങനെ തുടങ്ങി നമുക്ക് 60 സെന്റോളം വരുന്ന ഒരു പോണ്ടും നമ്മുടെ ഈ ഒരു റിസോർട്ടിന് തൊട്ടടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നിരവധി അനവധി ഓപ്പർച്യൂണിറ്റികൾ ഈ കോമൺ അമ്യൂണിറ്റീസിൽ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം അഷ്യൂർ ചെയ്യാം, ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരു ആഘോഷം കൊണ്ടാടാൻ ഏറ്റവും നല്ല വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ തുറക്കാൻ പോകുന്ന കേരളത്തിന്റെ, ഇന്ത്യയുടെ അഭിമാന ഒരു പ്രൊജക്റ്റാണ് നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ. ഓക്കെ, അപ്പൊ അതിലേക്ക് കടന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിർത്തരുത്. ഇനി എന്താണ് കാര്യത്തിലേക്ക് എടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ പറയുക അല്ലെ. ഇത് ആദ്യം പറഞ്ഞ് പൊന്മുട്ടി ഇടുന്ന താറാവാന്ന് പറഞ്ഞു, കൊതിപ്പിച്ചു. ഈ താറാവിനെ സ്വന്തമാക്കണ്ടേ? സ്വന്തമാക്കണം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇതിനെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. എനിക്കും വേണ്ട വയനാട്ടില് ഒരു പ്രീമിയം റിസോർട്ട് എന്ന് എനിക്കടി പറയാം. ഇനി ഞാൻ അതിന്റെ പാർട്ണറാണെന്ന് പറയാം. ഇനി പാർട്ണറായാലും നിങ്ങൾ സ്വന്തമാണെന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ, ആ ആധാരത്തിൽ നിങ്ങൾ കൂടി പാർട്ണറാകുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ രജിസ്ട്രേഷൻ വരിക. അതെ, ഡോക്യുമെന്റേഷൻ എല്ലാം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനോട് കൂടിയ ഒരു ഒഫീഷ്യൽ ആധാരത്തിൽ തന്നെ നിങ്ങൾക്ക് പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ ഉടമസ്ഥനാകാം. അപ്പൊ എങ്ങനെയാണ് ഈ സാറേ ഉടമസ്ഥനാകാനുള്ള ക്രൈറ്റീരിയ എന്താണ്? ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മള് വയനാട്ടില് ഈ ഒരു പ്രൊജക്ട് കഴിഞ്ഞ 1 വർഷമായി കല്ലിട്ടപ്പോ അവിടെ ഇതുപോലെ ഒരു LED വാൾ വെച്ചുകൊണ്ട് നമ്മുടെ ചെയർമാൻ നമുക്ക് ആദ്യമായിട്ട് പ്രസന്റേഷനിൽ കയറി. അന്ന് ഇതിന്റെ ഒരു 3D വീഡിയോ ആണ് നമുക്കവിടെ കാണിച്ചത്, ഒരു AI വീഡിയോ. ഈ ഒരു കേവ് ഹൗസ് 2027 ഇതിന്റെ പണി പൂർത്തിയായാൽ ഉണ്ടാകുന്ന ആ ഒരു രൂപം, ആ കേവ് ഹൗസിനോടൊപ്പം തന്നെ ഇതിന്റെ കോമൺ അമ്യൂണിറ്റീസുകളെല്ലാം. അപ്പൊ അന്ന് ചെയർമാൻ പറഞ്ഞത് ഈ ഒരു 2027 ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രൊജക്ടിന് 1.5 കോടി രൂപയായിരിക്കും ഓരോ കോട്ടേജിന്റെ വില. പക്ഷെ ഇന്നിവിടെ ഓഫറിൽ ജസ്റ്റ് അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 45 lakhsന് കൊടുത്തു. പക്ഷെ ഈ ഒരു കോട്ടേജിന്റെ വർക്കുകൾ പതുക്കെ കംപ്ലീറ്റ് ആകുന്നതോടൊപ്പം തന്നെ ആ 1.5 കോടിയിലേക്കുള്ള യാത്ര തുടർന്നു. ഇന്നത്തെ ഓഫറാണ് 95 lakh ആണ് ഇന്നിപ്പോൾ ഈ ഒരു കോട്ടേജിന്റെ പ്രൈസ്. അതായത് 1 കോടിയിൽ താഴെ, 1 കോടി അല്ലെങ്കിൽ 95 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു കോട്ടേജ് സ്വന്തം പേരിൽ സ്ഥലം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ആ വ്യക്തിക്ക് ഇവിടെ ഒരു ദിവസം ഇന്നിപ്പോ അതിന്റെ അക്കോമഡേഷൻ പാസ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് 20,000 rupeesനാണ്, 20,000 രൂപ. അതായത് അവിടെ താമസിക്കാനുള്ള ആളുകൾക്ക് 20,000 രൂപ കൊടുത്താൽ വന്ന് താമസിക്കാൻ പറ്റും. നേരത്തെ ഞാൻ പിന്നെയും പറയുന്നു, ക്രൗൺ പ്ലാസ ഹോട്ടലിൽ പിന്നെ അവിടെ വേദന എടുക്കുക. അതുകൊണ്ടാണ് ആ ഒരു കോട്ടേജിൽ 20-25,000 രൂപ മുടക്കി ആ റൂം എടുത്തിട്ട് അവിടെ ആ റൂമിനകത്ത് നോക്കിയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായില്ല, പുറത്തുള്ള പൂളിൽ കുളിക്കാൻ സമ്മതിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഇവിടെ ആ പ്രൈവറ്റ് പൂളും വാട്ടർ ഫോൾസും ഇത്രയേറെ കോമൺ അമ്യൂണിറ്റീസ് ഉള്ള ഈ ഒരു കോട്ടേജിൽ